ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് എന്തായാലും കോളേജിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ബാലചന്ദ്രന് ഉറപ്പായി. എന്തായാലും ബാലചന്ദ്രൻ്റെ ബാങ്കിലെ മാനേജറുടെ മകൻ അവിടെയാണ് പഠിക്കുന്നത്. അവനെ വിളിച്ച് ചോദിക്കുക കേട്ടോ, ഇതുപോലെ ഇന്ന് വന്നിട്ടുണ്ടോ രോഹിത് എന്ന്. ഇല്ല എന്ന് പറയുക. അങ്ങനെ അലീനയോട് പറയണ്ട. അതെ, നീ പറഞ്ഞത് സത്യമായ അലീനെ, രോഹിത് എന്തായാലും അവിടെ പോയിട്ടില്ല. അത് അച്ഛാ ഞാനും പറഞ്ഞത്. എന്തായാലും അച്ഛൻ അവനോട് സംസാരിക്കണം, വഴക്കിനൊന്നും പോകരുത്, സ്നേഹത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ശരി. അങ്ങനെ നേരെ മേളിലേക്ക് കയറി വരിക. രോഹിത് ആകെ പേടിച്ച് വിറച്ച് ഉറക്കം പോലും കിട്ടുന്നില്ല, ടെൻഷനാ. അങ്ങനെ ഒരു പ്രാന്തന പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഡോറിൽ മുട്ടയേക്കുന്നത്. വീണ്ടും രോഹിത് ആകെ പേടിച്ച് അങ്ങോട്ട് വിറയ്ക്കുക. അപ്പോൾ പതിയെ തുറക്കമുണ്ട് അച്ഛൻ. എന്താടാ, നീ നേരത്തെ കിടന്നോ? ഇല്ല, ഞാനിവിടെ ഉണ്ടല്ലോ അച്ഛാ. പിന്നെ നീ ഇന്ന് അമ്മയെ കാണാൻ പോയില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ? പോയിരുന്നു. എപ്പോൾ പോയിരുന്നു? ഞാൻ രാവിലെ പോയിരുന്നല്ലോ. ഞാനും പോയിരുന്നു. നീ അവിടെ ചെന്നിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത്. അല്ല, ഞാനേ ആശുപത്രിയിലാണ് പോയത്, പുറത്താണ് നിന്നത്. അപ്പോൾ നീ അമ്മയെ കാണാനല്ലേ പോയത്? അമ്മയെ കാണാനാണ് പോയത്. അപ്പോൾ അതിനകത്ത് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കോളേജിൽ പോകാൻ സമയമാവൂലേ, അതുകൊണ്ടാണ് ഞാനങ്ങ് പെട്ടെന്ന് പോയത്. അപ്പോൾ നീ കോളേജിൽ പോയോ? പോയി. കോളേജിൽ പോയില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെങ്ങനെ അച്ഛൻ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ നീ കോളേജിൽ പോയിട്ടില്ല. അല്ല, അത് അച്ഛൻ നാളെ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ കോളേജിൽ ഞാനും വരുന്നുണ്ട്. എനിക്കൊന്ന് നിൻ്റെ സാറുമാരെയൊക്കെ ഒന്ന് കാണണം. അച്ഛൻ വന്നോ? കുഴപ്പമൊന്നുമില്ല. അച്ഛൻ വന്ന് സംസാരിച്ചോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ അറിയാമല്ലോ സത്യാവസ്ഥ, ഞാൻ വന്നോ ഇല്ലെന്ന് എന്ന് രോഹിത് വീണ്ടും അങ്ങ് അടിച്ച് പറയാട്ടോ. അതാണ്, നാളെ ആവട്ടെ. പിന്നെ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? വാ, ഞാനിന്നും കഴിക്കാൻ പോവാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. അയ്യോ വേണ്ടച്ചാ. എന്താ കാര്യം? ഞാൻ പുറത്തുനിന്ന് പൊറോട്ട കഴിച്ചായിരുന്നു. അത് ശരി. അപ്പോൾ നീ കിടക്കണോ? അതെ, ഞാൻ കിടക്കാം. എന്നാൽ പിന്നെ കയറി കിടന്നോ. ശരി, നമുക്ക് നാളെ കാണാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങാണ്. രോഹിത് ആകെ പേടിച്ച് വിറച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രാവിലെ ആകുമ്പോഴത്തേനും അച്ഛൻ കാര്യങ്ങൾ അറിയോ, കോളേജിൽ വരുമോ എന്നുള്ള ടെൻഷനിൽ വീണ്ടും രോഹിത് തലമുടിയൊക്കെ വലിച്ച് പറിക്കുന്നു, കാലിട്ടടിക്കുന്നു, തേയുന്നു. മയക്കുമരം കഴിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് രോഹിത് പിന്നെ ശരണ്യയോട് ഉള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആകെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുകയാണ് കേട്ടോ അവിടെ കിടന്നും കൊണ്ട്. അത് കഴിഞ്ഞ് അന്നേരത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ പതുപോലെ പത്രം വന്നിട്ടുണ്ട്. അലീന പത്രം എടുക്കാനായിട്ട് മുറ്റത്തേക്ക് ചെല്ലുക. പത്രം എടുത്തു കഴിഞ്ഞ് ഗേറ്റ് മുഴുവനും തുറന്നിടുന്ന ഒരു ശീലം ഉണ്ടല്ലോ അവർക്ക്. അങ്ങനെ ഗേറ്റെല്ലാം തുറന്നിട്ടിട്ട് നേരെ അകത്തേക്ക് കയറിയുമ്പോൾ ബാലചന്ദ്രനെ പുറത്തേക്ക് ഇറങ്ങി വരുമോ. അങ്ങനെ ആ പത്രം വാങ്ങിച്ചിട്ട് വായിച്ച് നോക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു കോൾ വരുവാട്ടോ ബാലചന്ദ്രന്. ആ പത്രവും കയ്യിൽ വെച്ച് ആ ഫോൺ കോൾ എടുക്കുമ്പോൾ പോലീസാണ് വിളിക്കുന്നത്. ഹലോ, ബാലചന്ദ്രനല്ലേ? അതെ. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രനല്ലേ? അതെ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ പറയാം. അയ്യോ, എന്ത് പറ്റി സാർ? ശരിക്കും ബാലചന്ദ്രനോട് നല്ല അടുപ്പുള്ളൊരു പോലീസുകാരനാണ് അയാൾ. എന്നാൽ പോലും ഒരു പരിചയമില്ലാത്ത പോലെ ഭയങ്കര റഷായിട്ടാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. അതും കൂടെ ആയപ്പോൾ ബാലചന്ദ്രന് ടെൻഷനായി. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടോ? ഉണ്ട്. എന്താ സാറേ കാര്യം? ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം. അല്ല സാർ, അതിന് മുമ്പേ ഫോണ് കട്ട് ചെയ്തു കേട്ടോ. അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ പ്രശ്നം? അല്ലെന്നേ, SP ആണ് വിളിച്ചത്. അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ അയാൾക്കും അറിയാം. പക്ഷേ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോഴേ ഭയങ്കര ദേഷ്യത്തിലും അറിയാത്ത പോലെയാണ് സംസാരിച്ചത്. രോഹിത്തിനെയാണ് അന്വേഷിച്ചത്. അയ്യോ, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ അച്ഛാ. വല്ല കുഴപ്പത്തിലും ചാടിയോ? ഒന്നും അറിയില്ല. നീ ഒന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചേ. അങ്ങനെ അലീന അവിടുന്ന് ഓടി നേരെ ചെല്ലുക അകത്തേക്ക്. വീണ്ടും അലീനയുടെ ഡോറ് തട്ടുവാണ്. അപ്പോഴാണ് രോഹിത് വീണ്ടും പേടിക്കുകയാണ് ഓരോ തട്ടിലും. രോഹിത് പതുക്കെ എണീറ്റ് ഡോറ് തുറക്കുമ്പോൾ അലീന, എന്താടി നിനക്ക് വേണ്ടത്? നീ ആയിരുന്നോ? ദേ രോഹിത്തെ, നീ താഴോട്ട് വാ, നിന്നെ അച്ഛൻ വിളിക്കുന്നു. എന്തിനാ അച്ഛൻ വിളിക്കുന്നത്? അച്ഛൻ ഇന്നലെ രാത്രി എന്നെ കണ്ടതല്ലേ, എപ്പോഴും എന്തിനാണ് വിളിക്കുന്നത്? ദേ രോഹിത്തെ, പോലീസ് നിന്നെ വിളിച്ചിരുന്നു, നിന്നെ അന്വേഷിച്ചു, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പോലീസോ? അതെ. എന്താ രോഹിത്തെ, നീ എന്തെങ്കിലും പോയി പെട്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ സത്യം തുറന്ന് പറ, ഇനി അധികം സമയമില്ല, അവരിപ്പോൾ ഇങ്ങനെ എത്തും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞു. മാറടി അങ്ങോട്ടെന്ന് പറഞ്ഞ് അലീനെ തള്ളി മാറ്റിയിട്ട് പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ബാഗ് എടുത്ത് അതിലേക്ക് കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം കുത്തി നിറക്കിയാട്ടോ. എന്തൊക്കെയോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, പോലീസിൻ്റെ പിടിയിലാവാൻ പാടില്ല. അങ്ങനെ എന്തൊക്കെയോ വലിച്ചു വാരിയെല്ലാം എടുത്തു. എന്നിട്ട് അലീനോട് പറയാം, അങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞ് താഴേക്ക് ഓടി വരുവാട്ടോ. അപ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ഉടനെ ബാലചന്ദ്രൻ മേളിലേക്ക് കയറുവാട്ടോ. വീണ്ടും രോഹിത് ഒറ്റ ഓട്ടം, വീണ്ടും അകത്ത് പോയി എന്തൊക്കെയോ കാശോ കൈ കിട്ടുന്നതൊക്കെ താഴെ പോവുക. അത്രയ്ക്ക് ടെൻഷൻ. ഫോണും ഒക്കെ വലിച്ചു വാരി അതിനകത്ത് കുത്തി നിറച്ച് വീണ്ടും ബാഗോട് താഴെ ഇറങ്ങി ഓടുന്നുണ്ട്. എടാ എന്താ ഓടി വന്ന് ജനലിൻ്റെ കർട്ടനൊന്ന് മാറ്റി നോക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് ശരിക്കും പോലീസുകാരന്മാരെല്ലാവരും ഉണ്ട്. ഒരു വണ്ടി നിറച്ച് പോലീസ് ജീപ്പും സെപ്പറേറ്റ് ഒരു വണ്ടിയും. രോഹിത് ആകെ കിടുങ്ങി പോവാട്ടോ. പോലീസാണെന്ന് മനസ്സിലായി. ഇത്രയും സമയമായിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ടേ പുറത്ത് നിന്നിട്ട് നമ്മുടെ SP പറയാൻ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുക, പുറകിലൊക്കെ പോയി നിൽക്കാൻ. ചിലപ്പോൾ അവൻ അതുവഴി ചാടിയാലോ. അങ്ങനെ വീട് മൊത്തം വളയുവാണ് പോലീസ്.
രോഹിത്ത് അച്ഛനോട് പറയാം, ദേ ഡോറ് തുറന്നേക്കരുത് കേട്ടല്ലോ, എടാ നിൽക്കടാ അവിടെ, എന്താ പ്രശ്നമെന്ന് പറ, മാറങ്ങോട്ടെന്നും പറഞ്ഞ് തള്ളി മാറ്റിയിട്ട് അടുക്കള വാതിൽ തുറന്ന് രോഹിത്ത് ഓടുവാണ്. ഓടി അങ്ങ് മതിൽ ചാടാ. നോക്കുമ്പോൾ പോലീസ് അവനെ ഓടുന്നു, പിടിക്കടാ പിടിക്കടാ എന്ന് പറഞ്ഞ് എല്ലാവരും അവൻ്റെ പുറകെ ഓടുക കേട്ടോ. രോഹിത്ത് ആകെ പേടിച്ച് പറിച്ച് ഒരു മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറം ചാടിക്കിടക്കാലോ എന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് കേട്ടോ. കയ്യിലിരുന്ന ബാഗിനൊക്കെ പറിച്ച് ദൂരെ എറിഞ്ഞിട്ടാണ് ഓടുന്നത്. അവസാനം ആ മതിലേക്ക് ചാടി കയറുന്നതും പോലീസുകാരൻ ഓടി അവിടെ എത്തി ആ കാലിലേക്ക് പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുവാണ് കേട്ടോ. ആ കരിയിലെ കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് രോഹിത്ത് മറിഞ്ഞു വീഴുന്നുണ്ട്. അവിടുന്ന് എല്ലാവരും കൂടെ കാക്കക്കൂട്ടി കല്ലിട്ട കണക്ക് ഓടോടെ വന്ന് പിടിക്കുകയാണ് രോഹിത്തിനെ. എല്ലാവരും രോഹിത്തിന് അനങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് വലിച്ചഴച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനിടയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് അലീന. അപ്പോൾ SP വന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രനോട്, നിങ്ങളല്ലേ ബാലചന്ദ്രൻ? അതെ. നിങ്ങളുടെ മകൻ്റെ പേര് രോഹിത് ബാലചന്ദ്രൻ എന്നാണോ? ആ അതെ. ഇവിടെ ഉണ്ടോ? ആ ഉണ്ടായിരുന്നു. ബബിതയാണ് വന്ന് തുറക്കുന്നുണ്ട്. ബബിത ആകെ പേടിച്ച് പോയിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ അവനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയാം. ബബിത പതുക്കെ അങ്ങോട്ട് പോവുക. ഇവിടെ രോഹിത് ഇറങ്ങി ഓടിയല്ലോ. ആ സമയത്ത് വിളിക്കാനാ പറഞ്ഞത്. അങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതിന് മുമ്പേ തന്നെ പോലീസുകാരന്മാർ ഇവനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ ഓടുമായിരുന്നല്ലേ, നീ എന്തിനാണ് ഓടിയത്? അല്ല അത് ഇങ്ങോട്ട് വാടാ, ഇവിടെ വന്ന് നിൽക്കടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ചോദിക്കണം, എന്താ സാർ പ്രശ്നം, എന്താ കാര്യമെന്നോ? ഇവൻ ഇന്നലെ എവിടെയായിരുന്നെന്നറിയോ? രാവിലെ മുതൽ വൈകിട്ട് വരെ പാവം പിടിച്ച ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയിരിക്കുന്നു എന്നിങ്ങനെ പറയണത് ബാലചന്ദ്രൻ ആകെ തകർന്നു പോയിട്ടോ. കേട്ട് നിന്ന അലീനയും ബബിതയും കൃഷ്ണയൊക്കെ ഞെട്ടിപ്പോവാണ്. റേപ്പ് ചെയ്യാനോ? അതേ, കൂട്ടുകാരന്മാരോട് ചേർന്നിട്ട്. അതെ, ശരണ്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ പിന്നെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, ഫംഗ്ഷനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചും കൊണ്ട് നേരെ പോയി. അവിടെ ചെന്നിട്ട് കൂട്ടുകാരന്മാരെല്ലാം കൂടെ മയക്കുമരം കലക്കിയ വെള്ളം അവൾക്ക് കൊടുത്ത് മയക്കിയിട്ടിട്ട് വൈകിട്ട് 3 മണി വരെ റേപ്പിംഗ് ആയിരുന്നു ജോലി ഇവന്മാരുടെ. മനസ്സിലായോ? ഇതാ നിങ്ങളുടെ മകൻ്റെ പരിപാടി. അപ്പോൾ തന്നെ രോഹിത്ത് പറയണ്ട, അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലടാ, ഒരൊറ്റ അടി പൊട്ടിക്കുക. എന്നിട്ടാണോടാ നീ പോലീസിനെ കണ്ടിട്ട് ഓടിയത്? തെറ്റ് ചെയ്യാത്തവൻ എന്തിനാടാ പോലീസിനെ കാണുമ്പോൾ ഓടുന്നത്? രോഹിത്തിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ തളർന്നു പോയി കേട്ടോ സ്വന്തം മകൻ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ ബാലചന്ദ്രനോട് പോലീസുകാരൻ പറയുന്നത്, നിങ്ങളുടെ ഈ നിൽക്കുന്ന 3 പെൺമക്കൾ ഇതിലേതെങ്കിലും ഒരുത്തിയാണ് ഇതുപോലെ ചെയ്താൽ നിങ്ങൾ സഹിക്കുമോ? അപ്പോൾ തന്നെ ബാലചന്ദ്രൻ തകർന്നു പോയി. സാറേ ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള സംസാരമൊന്നും സംസാരിക്കില്ലേ. അവനെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു, ഇവിടെ വെച്ചാവരുത്. എനിക്ക് കൊണ്ടിടോ ഒരു മകള് ഇതേ പ്രായത്തിൽ, എനിക്കും ദണ്ണം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ലൈസൻസും കൊടുത്ത് വിട്ടേക്കല്ലേ സാറേ. ദയവ് ചെയ്ത് ഇനി എന്നെ ഇങ്ങനെ ക്രൂശിക്കരുതെന്ന് പറയാം. പറയടാ, ഇനി എന്തിനാത് ചെയ്തത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാട്ടോ രോഹിത്ത്. പിന്നെ ഒരു കാര്യം, ഇവൻ ഒറ്റയ്ക്കല്ല കേട്ടോ, വേറുള്ളവന്മാരും ഉണ്ട്. എല്ലാവന്മാരെയും ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പറയാം. അലീനയ്ക്ക് ആകെ നാണം കെട്ട് എന്തോ ഭയങ്കരമായിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാവർക്കും ആയിപ്പോയി കേട്ടോ. എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും ഇവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് മറ്റുള്ളവരോട് പോലീസുകാരൻ പറയേണ്ട, അതെ നിങ്ങളൊരു കാര്യം ചെയ്യും, 3-4 അതിനകത്ത് ഇരിപ്പുണ്ട്, അവന്മാരെ കൂടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാ. ഇത് ഇങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഇവന്മാരെല്ലാവരും കൂടെ പോലീസുകാരെല്ലാവരും കൂടെ നേരെ അകത്തേക്ക് പോകട്ടെ. വലിയൊരു വണ്ടിക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. 2-3 പേരെല്ലാം അവന്മാരെ ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറയാം. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി വരുക. ഹരി അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്താടാ നിനക്ക് ബാധകമല്ലേ, നിന്നെ വിളിച്ചാൽ എന്താ ഇങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ഹരിയുടെ ആകെ കോൺഫിഡൻസ് മൊത്തം പോയി. കാരണം തലേ ദിവസം രാത്രി തന്നെ ഹരിയുടെ കൂട്ടുകാരൻ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഹരിയോട്, എടാ നീ നിനക്ക് പേടിയൊന്നുമില്ലേ? ഈ ശരണ്യ ഇവിടുന്ന് പോയപ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവൾ. വീട്ടിൽ ചെന്ന് ആരോടെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടുപോകില്ലേ? നീ പേടിക്കേണ്ടടാ, ധൈര്യമായിട്ടിരിക്കുക. അവളൊരിക്കലും പോലീസിലൊന്നും പറയില്ല. അവൾക്ക് ഞാൻ 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈ കിടന്ന ഗോൾഡ് റിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, 1,00,000 രൂപ നമുക്ക് വീണ്ടും കൊടുക്കാം. പിന്നെ അവൾ ആവശ്യപ്പെടുമ്പോഴും നമുക്ക് കൊടുക്കാം. അവൾ ആരോടും പറയാതിരുന്നാൽ മതി. എടാ അവൾ ആരോടും പറയില്ല, അവൾ എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ പോയപ്പോൾ അവൾ വല്ലാതൊക്കെ ഇരുന്നു, അതൊക്കെ ശരിയാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനല്ലേടാ പറയുന്നത് എന്ന് കൂട്ടുകാരൻ ധൈര്യം കൊടുത്തിരുന്നു കേട്ടോ. ആ ഒരു കോൺഫിഡൻസാണ് ഇപ്പോൾ ചോർന്നിരിക്കണം. നേരം വെളുക്കും മുമ്പേ പോലീസിൻ്റെ പിടിയിലും ആയിട്ടുണ്ട്. അതുമാത്രമല്ല, കടപ്പാട്ട് അലീനയുടെ മുമ്പിൽ പോലീസ് പിടിച്ചു കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഹരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാകുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ ഹരി ഇറങ്ങി വരാൻ മടിക്കുകയാണ്.
അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടെ ഇറങ്ങി വരാൻ വയ്യാത്ത, ഇങ്ങോട്ട് ഇറങ്ങടാന്നും പറഞ്ഞിട്ട് ആ ഷട്ടിലേക്ക് കുത്തിപ്പിടിച്ച് ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് തള്ളി ഇറക്കണം കേട്ടോ ഹരീനെ. ഹരി ആകെ നാണം കെട്ട് നാറി. അങ്ങനെ ഹരിയെയും കൂട്ടാളികളെയും കൂടെ പോലീസ് വലിച്ചു പിടിച്ച് ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഹരി കാണുമ്പോൾ തന്നെ മനസ്സിലായി, തുടക്കത്തിലേ പറഞ്ഞതാ ഇവനുമായിട്ടുള്ള കൂട്ട് നല്ലതല്ല എന്ന് അലീന പറഞ്ഞു, ബാലചന്ദ്രൻ പറഞ്ഞു. എന്നിട്ടും കേൾക്കാതെ അവൻ തന്നെ കുഴി കൊണ്ട് ചാടിച്ചു. അപ്പോൾ അലീനയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തൃപ്തിയായാലോടാ അല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, എത്ര തവണ പറഞ്ഞതാ അവനോടുള്ള കൂട്ട് നല്ലതല്ല, ഇവനാൾ ശരിയല്ലെന്ന്. ഇപ്പോൾ അവൻ നിന്നെ കുഴി ചാടിച്ചു. അങ്ങനെ ആകെ തകർന്നു. അങ്ങനെ 4 എണ്ണത്തിനെയും കൂടെ ജീപ്പിലേക്ക് കയറ്റാനായിട്ട് പോലീസ് വിലങ്ങ് വെക്കാനുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ തകർന്നു പോവാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ അവിടെ നിന്നും കൊണ്ട് നെഞ്ചുവേദനയൊക്കെ വരുവാണ്. അപ്പോൾ തന്നെ അലീനയും കൃഷ്ണമോളും അയ്യോ അച്ഛ എന്തു പറ്റി അച്ഛാ എന്നും പറഞ്ഞ് അച്ഛനെ പോയി പിടിക്കാനിട്ടോ. ബാലചന്ദ്രൻ അതിന് മുമ്പേ കുഴഞ്ഞു വീഴുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞ് ആംബുലൻസൊക്കെ വിളിക്കുന്നുണ്ട്. ബബിതയാണെങ്കിൽ നമ്മുടെ രോഹിത്തിന് അടി കിട്ടുന്ന ആ ഒരു പേടി കൊണ്ട് ബബിത പതിയെ അകത്തേക്ക് കയറി കഥകടച്ചിട്ടുണ്ട് കേട്ടോ. തനിക്ക് ഇതുപോലെ കിട്ടിപ്പോയാലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ കുഴഞ്ഞു വീഴുവാണ്. ഒന്നാമത് ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ. അത് കാണുമ്പോൾ നമ്മൾ കൃഷ്ണമോളും അലീനയും ഒക്കെ തകർന്ന് തരിപ്പണമായി പോവുക കേട്ടോ. തൻ്റെ മോനെ അതും റേപ്പ് കേസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് സഹിക്കാനാവാണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്